എന്തായാലും ഇപ്പോൾ അതിൻ്റെ ആ ഒരു അവസാന നിമിഷങ്ങളിലാണ്. ഏതാണ്ട് 1.5 മിനിറ്റ് അല്ലെങ്കിൽ 90 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ പേടകത്തിൻ്റെ ഫിസിക്കൽ സെപ്പറേഷൻ പൂർണ്ണമാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10:35 കൂടിയായിരിക്കും അൺഡോക്കിംഗ് പൂർണ്ണമാവുക എന്നാണ് നാസ അറിയിച്ചിരുന്നത്. ഇപ്പോൾ നാസ അറിയിച്ചതുപോലെ തന്നെ കൃത്യം 90 സെക്കൻഡിനുള്ളിൽ ആ പേടകത്തിൻ്റെ ആ പുറം ഭാഗം, ഡ്രാഗൺ പേടകത്തിൻ്റെ പുറം ഭാഗം ISS-ൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തേക്ക് എത്തും എന്നാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പേടകത്തിൻ്റെ ഏറ്റവും പിന്നിലായുള്ള റോക്കറ്റ് ത്രസ്റ്ററുകൾ പോലുള്ള ഭാഗം അവിടെ നിന്ന് വേർപ്പെടുകയും ഭൂമിയിലേക്കുള്ള സ്വതന്ത്ര സഞ്ചാരം ആരംഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഡോക്കിംഗ് പതിയെ നടന്നുകൊണ്ടിരിക്കുന്നതിന് അൺഡോക്കിങ്ങിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കുള്ള ആ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 90 സെക്കൻഡിനുള്ളിൽ അത് പൂർത്തിയാകും. അതായത് 1.5 മിനിറ്റിനുള്ളിൽ ഈ അൺഡോക്കിംഗ് പൂർത്തിയാകും എന്നതാണ് നാസ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. 10:35 കൂടി തന്നെ പേടകം ഭൂമിയിലേക്ക് യാത്ര തിരിക്കും. ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത് 17 മണിക്കൂർ നേരത്തെ യാത്രയാണ് ഉണ്ടാവുക. അത് 17 മണിക്കൂർ കൊണ്ട് യാത്ര വിജയകരമായി, അതായത് നിലവിൽ പ്രത്യേകിച്ച് സാങ്കേതിക തടസ്സങ്ങളൊന്നും തന്നെ ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇപ്പോൾ ആ ഡോക്കിങ്ങിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പേടകം പൂർണ്ണമായും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും വേർപെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ. തത്സമയ ദൃശ്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും അൺഡോക്കിംഗ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും തടസ്സങ്ങളൊന്നുമില്ല. സാങ്കേതികതയൊന്നും ഒരു വെല്ലുവിളി തീർത്തിട്ടില്ല എന്നുള്ളതാണ്. അതുല്യ, പറഞ്ഞോളൂ. കാളിദാസ്, ഇപ്പോൾ അതിൻ്റെ ഫിസിക്കൽ സെപ്പറേഷൻ പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു. പേടകം ISS-ൽ നിന്ന്, അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ട് ഇനി അതിൻ്റെ സ്വതന്ത്ര സഞ്ചാരം അഥവാ അതിൻ്റെ സ്വതന്ത്രമായ ഭ്രമണപഥത്തിലേക്ക് ഈ ഡ്രാഗൺ പേടകം കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്തെ ആ പാളി, ഒരു ഓവൽ ഷേപ്പിലുള്ള ആ പാളി കൃത്യമായും വേർപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ അതിൻ്റെ ആ ഒരു ചുറ്റളവിൽ നിന്ന് താഴേക്ക് വരികയാണ്. അത് അധികം വൈകാതെ തന്നെ സ്വന്തമായ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കും. അത്തരത്തിൽ സ്വന്തമായ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഭൂമിയിലേക്കുള്ള 17 മണിക്കൂർ നീണ്ട സഞ്ചാരമായിരിക്കും ഉണ്ടാവുക. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ എന്ന പേടകത്തിൽ ഇപ്പോൾ സുനിത വില്യംസും ബുച്ച് വിൽമോറും നിക് ഹേഗനും അലക്സാണ്ടർ ഗുർബനവും അടങ്ങുന്ന 4 അംഗ സംഘം മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായി കൃത്യം 10:35 തന്നെ ഈ ഒരു അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാവുകയും ഭൂമിയിലേക്കുള്ള സ്വതന്ത്ര സഞ്ചാരം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹിരാകാശത്ത് നിന്ന് ഇത്തരത്തിൽ ആ പേടകം ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുന്നത് എന്നുള്ളതാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും പൂർണ്ണമായും വേർപെട്ട പേടകം ഭൂമിയിലേക്കുള്ള അതിൻ്റെ യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഇനി 17 മണിക്കൂറുകളാണ് നമുക്ക് മുന്നിലുള്ളത്. ആ 17 മണിക്കൂറുകൾ കൊണ്ട് ഈ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കും. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മെക്സിക്കൻ ഉൾക്കടലിലേക്കാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് നാമധേയം ചെയ്തിട്ടുള്ള ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് അറിയപ്പെടുന്ന മെക്സിക്കൻ ഉൾക്കടലിലേക്കാണ് ഈ പേടകം യാത്ര തിരിച്ചിട്ടുള്ളത്. നാളെ പുലർച്ചെ 2:45 കൂടി ഭൗമ അന്തരീക്ഷത്തിലെത്തുകയും 3:30 ഈ ഗൾഫ് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ മെക്സിക്കൻ ഉൾക്കടലിൽ പേടകം ലാൻഡ് ചെയ്യും എന്നുള്ളതാണ്. ഈ പേടകത്തിന് അകത്തു നിന്നും അതുപോലെ തന്നെ പേടകത്തിന്റെ യാത്രയും അടക്കമുള്ള റിയൽ ടൈം ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ റിയൽ ടൈം വിഷ്വൽസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേടകത്തിനകത്ത് കമാൻഡർ ആയിട്ടുള്ള സുനിത വില്യംസും ഫ്ലൈറ്റ് എഞ്ചിനീയർമാരായ ബുച്ച് വിൽമോർ, അലക്സാണ്ടർ ഗുർബനോവ്, അതുപോലെ തന്നെ നിക് ഹേഗൻ എന്നിങ്ങനെ 3 പേരും 4 അംഗ സംഘമാണ് ഇപ്പോൾ ഈ ഡ്രാഗൺ എന്ന പേടകത്തിൽ. ക്രൂ 9 എന്ന സംഘമാണ് ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത്. ബഹിരാകാശ നിലയത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഡ്രാഗൺ പേടകത്തിൻ്റെയും ഒരേ സമയമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂമിക്ക് മുകളിലായുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഈ പേടകം യാത്ര തിരിച്ചിരിക്കുകയാണ്. ശബ്ദത്തേക്കാൾ ഏതാണ്ട് 22 മടങ്ങ് വേഗതയിലായിരിക്കും ഈ ഒരു പേടകത്തിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് കണക്കിൻ്റെ ആ ഒരു അളവിൽ ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗതയാണ് ഉള്ളത്. ബഹിരാകാശ യാത്രയിലെ തന്നെ ഏറ്റവും അപകടകരമായ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ താഴേക്കുള്ള കുതിപ്പ്, പ്ലമ്മറ്റിംഗ് എന്നാണ് അതിനെ പറയുന്ന ആ വാക്ക്. താഴേക്കുള്ള ആ ഒരു കുതിപ്പിനെയാണ് ഏറ്റവും വേഗതയുള്ള ഒരു സാധനമായി കണക്കാക്കുന്നത്. ശബ്ദം സഞ്ചരിക്കുന്നതിൻ്റെ 22 ഇരട്ടി വേഗതയിലാണ് ഈ പേടകം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 17 മണിക്കൂറിനുള്ളിൽ ഈ പേടകം ഇവിടെ എത്തുന്നതും അതുകൊണ്ട് തന്നെ
വരികയാണ്. ഈ ഭൂമിയിലേക്ക് കുതിച്ചതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഈ ഡ്രാഗൺ പേടകം അതിൻ്റെ ഭ്രമണപഥം അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാരപഥത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇനി അത് അതിൻ്റെ സ്വതന്ത്രമായ സഞ്ചാരപഥം പിന്തുടരുകയും ഭൂമിയിലേക്ക് ഈ പറഞ്ഞതുപോലെ വളരെ വലിയൊരു വേഗതയിൽ എത്തുകയും ചെയ്യും. ബഹിരാകാശത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുത്വാകർഷണമോ അന്തരീക്ഷ മർദ്ദമോ അന്തരീക്ഷമില്ല എന്നതുകൊണ്ട് തന്നെ അന്തരീക്ഷ മർദ്ദമോ ഇല്ലാത്തതിനാൽ ഈ പേടകത്തിൻ്റെ ത്രസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ പേടകം ഭൂമിയിലേക്ക് വരിക. എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നതോടുകൂടി ഈ ത്രസ്റ്ററുകളും എഞ്ചിനുകളും പൂർണ്ണമായും നിലയ്ക്കേണ്ടതുണ്ട്. ഗുരുത്വാകർഷണം തന്നെ ഈ പേടകത്തെ ഭൂമിയിലേക്ക് പിടിച്ചു വലിക്കും. അതുകൊണ്ട് തന്നെ ഈ ത്രസ്റ്ററുകളും അതുപോലെ തന്നെ ആ ജ്വലന സഹായികളും എല്ലാം തന്നെ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കി ഗുരുത്വാകർഷണം വഴി വേണം അതിനെ ഭൗമ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാൻ. ആ ഒരു ഘട്ടമാണ് ഇനി മറികടക്കാനുള്ളത്. നിലവിൽ അൺഡോക്കിംഗ് എന്ന് പറയുന്നത് തീർത്തും സാങ്കേതികമായിട്ടുള്ള നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു. നാസയിൽ ഇവിടെ താഴെ ഇരുന്നു കൊണ്ട് ഭൂമിയിൽ നാസയുടെ കൺട്രോളിംഗ് റൂമിലും ഏജൻസിയിലും ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന സാങ്കേതിക തികവുള്ളൊരു പ്രക്രിയയായിരുന്നു അൺഡോക്കിംഗ് എങ്കിൽ ഇപ്പോൾ ഈ പേടകത്തിൻ്റെ ഇങ്ങോട്ടുള്ള ഈ ഒരു വരവ് സഞ്ചാരം ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രവചനാതീതം എന്നുകൂടി പറയാൻ കഴിയുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത്. കാരണം ഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ കൃത്യസമയത്ത് ഈ ത്രസ്റ്ററുകളും എഞ്ചിനുകളും ഓഫ് ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ ഈ താപനില കൂടി അതിനനുസരിച്ച് നിയന്ത്രണത്തിൽ എത്തേണ്ടതുണ്ട്. അതിൽ താഴെ ഇരുന്നു കൊണ്ട് കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധി ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ISS അന്താരാഷ്ട്ര നിലയവും ബഹിരാകാശ നിലയവും പേടകവും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. പീപ്പിൾ ഹൂം യു ലവ് ആർ വെയിറ്റിംഗ് ഫോർ യു, സോ ഗോഡ് സ്പീഡ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ഭൂമിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള വേഗതയാണ് ഇനി ദൈവം എന്നുള്ളതാണ് സന്ദേശങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി സന്ദേശങ്ങൾ. നന്ദി പറയുന്നു. ബെൽ ആൻഡ് ഫോർ ദ ക്രൂ ഐ ഡിഡ് എ സല്യൂട്ട് ആസ് യു അൺഡോക്ഡ്. അകത്തുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ബെല്ലിനും സംഘത്തിനും സുനിത വില്യംസ് അടങ്ങുന്ന സംഘം നന്ദി പറയുകയാണ്. ഐ ഡിഡ് സല്യൂട്ട് ആസ് യു അൺഡോക്ഡ്. നിങ്ങൾ വേർപ്പെടുത്തിയതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അത്തരത്തിലുള്ള സന്ദേശ കൈമാറ്റങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ വിവരങ്ങളെല്ലാം ഓരോ നിമിഷവും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. അതിനനുസരിച്ച് ആ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും കൃത്യമായി സന്ദേശങ്ങൾ തിരിച്ചും കൈമാറുന്നു. ബിറ്റ്വീൻ നിക് ഹേഗ് ആൻഡ് ആസ് ദി ക്രൂ 10 ദ ന്യൂലി അറൈവ്ഡ് ക്രൂ 10 ക്രൂ മെമ്പേഴ്സ് എല്ലാവരും സേഫായി നിൽക്കുന്നു. എല്ലാവരും വളരെയധികം സുരക്ഷിതരാണ്. എല്ലാവർക്കും ആ ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ നാലംഗ സംഘം ക്രൂ 10 ആ സംഘത്തിന് ക്രൂ 9 സംഘം പേടകത്തിനുള്ളിൽ നിന്ന് കൃത്യമായി സന്ദേശം അയക്കുന്നു. ആഫ്റ്റർനൂൺ ഫോർ ദി ക്വാർട്ടറ്റ് അബൌട്ട് ദ ഡ്രാഗൺ ഫ്രീഡം. ഇത്തരത്തിൽ ഞങ്ങളെ വളരെ മികച്ച രീതിയിൽ ഞങ്ങളെ വേർപ്പെടുത്താൻ സഹായിച്ച ക്രൂ 10 സംഘത്തിന് നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഭൂമിയിലേക്കുള്ള മടക്കയാത്രയിൽ ഞങ്ങളുടെ കൂടെ ഒപ്പം നിന്ന ക്രൂ 10 സംഘത്തിന് വലിയ നന്ദി അറിയിക്കുകയാണ് സുനിത വില്യംസ് അടങ്ങുന്ന ക്രൂ 9 സംഘം എന്ന് പറയുന്നത്. അങ്ങനെ വിണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്നു സുനിത വില്യംസും ബുഷ് വിൽമോറും. 8 ദിവസത്തെ യാത്രയ്ക്കായി അല്ലെങ്കിൽ 8 ദിവസത്തെ പരീക്ഷണത്തിനായി അവിടെ എത്തിയത്. പിന്നീട് അത് 1, 2, 3, 4 അങ്ങനെ 9 മാസമായി വീണ്ടും നീളുന്നു. അതിനുശേഷം ഇനിയുള്ള ദൂരം, ഭൂമിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 17 മണിക്കൂറുകൾ മാത്രം. കൃത്യമായ സന്ദേശ കൈമാറ്റം എല്ലാം നടക്കുന്നുണ്ടല്ലേ അതുല്യ? തീർച്ചയായും. നിലവിൽ ഈ ബുച്ച് വിൽമോറും അതുപോലെ തന്നെ സുനിത വില്യംസും തമ്മിൽ ഔപചാരികമായ സംഭാഷണങ്ങൾക്കൊപ്പം തന്നെ ഈ പേടകത്തിൻ്റെ ത്രസ്റ്ററുകളുടെയും എഞ്ചിനുകളുടെയും പ്രവർത്തനം കൂടി കൃത്യമായിട്ടുള്ള ഒരു ഫാഷനിലാണ് അല്ലെങ്കിൽ കൃത്യമായ രീതിയിലാണ് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് എത്തുന്ന സന്ദേശം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിലവിൽ അവിടെയുള്ള ക്രൂ 10 സംഘത്തിലെ റോബ് അറിയിക്കുന്നത് അതിൻ്റെ ത്രസ്റ്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. എഞ്ചിനുകളുടെ ജ്വലനം പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ ഈ ഡ്രാഗൺ ഫ്രീഡം എന്ന് പേരിട്ടിട്ടുള്ള ഡ്രാഗൺ പേടകത്തിന്റെ ത്രസ്റ്ററുകൾ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. യാതൊരു തടസ്സവും ഇല്ലാതെ കൃത്യമായി തന്നെ ത്രസ്റ്ററുകൾ ജ്വലിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുതിപ്പിന്റെ വേഗം കൂടുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുമായി ഈ ഒരു ലൈഫ് ടൈമിൽ ഇത്തരത്തിൽ ഒരു പാതയിൽ വെച്ച് കണ്ടുമുട്ടിയത് ഒരു ജീവിതകാലത്തിന്റെ തന്നെ ഏറ്റവും വലിയ സാക്ഷാത്കാരമാണ് എന്നാണ് ക്രൂ 10 സംഘം അറിയിച്ചത്. ക്രൂ 9 യാത്രയാക്കി ഈ അൺഡോക്കിംഗ് അല്ലെങ്കിൽ ഈ വേർപ്പെടുത്തൽ പ്രക്രിയ പൂർത്തിയായതിനു ശേഷം ക്രൂ 10 സംഘത്തിൽ നിന്ന് ലഭിച്ച സന്ദേശം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓണർ ഓഫ് എ ലൈഫ് ടൈം. ഈ ജീവിതകാലത്തിൽ തന്നെ ഏറ്റവും വലിയ അംഗീകാരം അല്ലെങ്കിൽ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ഈ യാത്രയിൽ ഈ ബഹിരാകാശത്ത് വെച്ച നിങ്ങളുമായി വഴിയിൽ കണ്ടുമുട്ടിയതാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ സാങ്കേതികമായി തകരാറുകൾ അല്ലെങ്കിൽ സാങ്കേതികമായി യാതൊരു പ്രശ്നവുമില്ലാതെ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഫ്രീഡം അല്ലെങ്കിൽ ഡ്രാഗൺ ക്രാഫ്റ്റ് താഴേക്ക് വരികയാണ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇരു പേടകങ്ങളും തമ്മിൽ അല്ലെങ്കിൽ ഈ ബഹിരാകാശ നിലയവും
ഡ്രാഗൺ പേടകവും തമ്മിലുള്ള ഈ ആശയവിനിമയം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ശുഭ സൂചന കൂടിയാണ്. ഈ ഒരു നിയന്ത്രണം, സാങ്കേതികമായിട്ടുള്ള നിയന്ത്രണം അതേ തികവോടുകൂടി അതേ മികവോടുകൂടി നടത്താൻ സാധിക്കുന്നുണ്ട് എന്നതിൻ്റെ അപ്ഡേറ്റ് കൂടിയാണ് ഈ ഒരു ആശയവിനിമയം എന്ന് പറയുന്നത്. എന്തായാലും 9 മാസത്തെ ആ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം 17 മണിക്കൂറുകൾ മാത്രമാണ് ഇനി ഇവർക്കും ഭൂമിക്കും ഇടയിലുള്ള അകലം എന്ന് പറയുന്നത്. കാതങ്ങൾക്കും കിലോമീറ്ററുകളിലും അളക്കാൻ കഴിയാത്ത ദൂരത്തെ താണ്ടി ഇനി അവർക്ക് മുന്നിലുള്ള ദൂരം എന്ന് പറയുന്നത് മണിക്കൂറുകൾ, അല്ലെങ്കിൽ ദൂരം എന്നത് സമയം മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. നാളെ 3:30 എത്തുന്ന ഈ ഒരു പേടകത്തിലേക്കാണ് എല്ലാവരുടെയും കണ്ണുകൾ ആകാശത്തേക്കാണ് എന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാളിദാസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വന്ന ഒരു കാര്യം, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ അന്തരീക്ഷത്തിൻ്റെ ഒരു വ്യതിയാനം ആണ് നാസയ്ക്ക് ആശങ്കയായി ഉള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഈ ഡ്രാഗൺ പേടകം യാത്ര ആരംഭിച്ചിടത്തു നിന്ന് നാളെ പുലർച്ചെ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ താപനിലയുടെ ക്രമീകരണമാണ്. നേരത്തെ സൂചിപ്പിച്ചു വന്നതുപോലെ തന്നെ ഒറ്റയടിക്ക് അന്തരീക്ഷമോ അന്തരീക്ഷമർദ്ദമോ ഗുരുത്വാകർഷണമോ ഇല്ലാത്ത ഒരു ഇടത്തു നിന്നും ഒറ്റയടിക്ക് ഇത് മൂന്നുമുള്ള ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഉണ്ടാകുന്ന ഒരു അന്തരം എന്ന് പറയുന്നത് വളരെ വലിയ താപനില വ്യതിയാനത്തിന് കാരണമാകും. ഈ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പുറംഭാഗം ഏറ്റവും വലിയ രീതിയിൽ ചൂട് പിടിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇത്ര വേഗതയിൽ ചലിക്കുന്ന ഒരു സാധനം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇടിച്ചു കയറുകയാണ് ചെയ്യുക. ഒരു തുളച്ചു കയറുന്ന അതേ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അത്തരത്തിൽ തുളച്ചു കയറുമ്പോൾ ഈ ഗുരുത്വാകർഷണവും അതുപോലെ തന്നെ ഘർഷണം അഥവാ ഫ്രിക്ഷൻ, ആ ഒരു ഫ്രിക്ഷനും കാരണം ഈ പുറത്തുള്ള കവചം ചൂട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് 1900 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാണ് ഈ കവചത്തിന് ആ സമയത്ത് ഉണ്ടാവുക. അത് പ്രതിരോധിക്കുന്നതിനായി ഒരു താപകവചം അഥവാ ഹീറ്റ് ഷീൽഡ് ഈ പേടകത്തിന് ചുറ്റും ഉണ്ട്. ആ താപകവചം എത്ര കണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു പരിണിത അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് കൂടി ഇന്ന് ലഭിക്കും. ഏത് ബഹിരാകാശ യാത്രയെ സംബന്ധിച്ചിടത്തോളവും എല്ലാ ഘട്ടങ്ങളിലും വെച്ച് ഏറ്റവും നിർണായകമായ ഏറ്റവും അപകടകരമായിട്ടുള്ള ഘട്ടമാണ് ഈ ഡിയോർബിറ്റ് ബേണിംഗ് എന്ന് പറയുന്നത്. ഈ തിരിച്ച ഓർബിറ്റിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു നിമിഷം, ആ ഒരൊറ്റ നിമിഷത്തിലെ താപനിലയിലെ വ്യതിയാനം മറികടക്കാനായാൽ പിന്നീട് അങ്ങോട്ട് എല്ലാം സുരക്ഷിതമാണ് എന്നുള്ളതാണ്. എന്തായാലും നാളെ രാവിലെ ഭൂമിയിലെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കണക്കുകൾ അനുസരിച്ച് നേരത്തെ പ്രവചിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കണക്ക് കൂട്ടലുകൾ അനുസരിച്ച് ഈ ഒരു വേഗതയിൽ ഇങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ അന്തരീക്ഷ മർദ്ദവും താപനിലയും ഉയരാൻ പോകുന്നത് ഏതാണ്ട് 1926 ഡിഗ്രി സെൽഷ്യസ്, അതായത് 3500 ഫാരൻഹീറ്റ് എന്നാണ് പറയുന്നത്. 3500 ഫാരൻഹീറ്റ് വരെ താപനില ഉയരും. ഈ കവചത്തിന് പുറത്തുള്ള താപനില ഉയരും. അതിൽ നിന്ന് ഈ ബഹിരാകാശ യാത്രികരെ സംരക്ഷിക്കുന്നത് ഈ താപകവചമാണ്. അതിനുശേഷമായിരിക്കും പാരച്യൂട്ടുകൾ വിടരുന്നത്. 2 സെറ്റ് പാരച്യൂട്ടുകൾ ആദ്യം വിടരും. അതാണ് ഡ്രാഗ് പാരച്യൂട്ടുകൾ. ഈ 2 ഡ്രാഗ് പാരച്യൂട്ടുകൾ ആദ്യം വിടരുകയും ഈ പേടകത്തിൻ്റെ വേഗത പതിയെ കുറയ്ക്കുകയും ചെയ്യും. കാരണം ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു ഭൂമിയിലേക്ക് പതിച്ചാൽ ഉണ്ടാകുന്ന നാശനഷ്ടം കണക്കാക്കാനാവുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് ആദ്യം 2 ഡ്രാഗ് പാരച്യൂട്ടുകൾ വിന്യസിച്ച് ഈ പേടകത്തിൻ്റെ വേഗത കുറയ്ക്കും. വേഗത കുറച്ച് അത് താഴേക്ക് വരുന്നതിനനുസരിച്ച് മറ്റ് 4 പാരച്യൂട്ടുകൾ കൂടി വിടരുകയും പേടകത്തിൻ്റെ ആ യാത്ര അല്ലെങ്കിൽ അതിൻ്റെ വേഗതയെ വളരെയധികം നിയന്ത്രിച്ച് കൊണ്ടുവരികയും ചെയ്യും. അതിനുശേഷം ഈ ഏകദേശം മണിക്കൂറിൽ 2,759 കിലോമീറ്റർ വേഗതയിലാണ് ഈ ഒരു പേടകം വരുന്നത്. അത്തരത്തിലൊരു 27,000 കിലോമീറ്റർ വേഗതയിൽ നിന്ന് അതിനെ മണിക്കൂറിൽ 32 കിലോമീറ്ററിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആ കണക്കുകളിലെ അന്തരം വീണ്ടും എടുത്തു പറയുകയാണ്. 27,000 അധികം കിലോമീറ്റർ, ഒരു മണിക്കൂറിൽ 27,000 കിലോമീറ്റർ എന്ന വേഗതയിൽ നിന്ന് ഈ പാരച്യൂട്ടുകൾ ഉപയോഗിച്ച് എൻജിൻ്റെയും ത്രസ്റ്ററിൻ്റെയും പ്രവർത്തനം നിലച്ചതിന് ശേഷം പാരച്യൂട്ടുകൾ ഉപയോഗിച്ച് വേഗം നിയന്ത്രിച്ച് മണിക്കൂറിൽ 32 കിലോമീറ്ററിലേക്ക് ആ വേഗതയെ കുറച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും കടലിലേക്കുള്ള വാട്ടർ ലാൻഡിംഗ് സാധ്യമാവുക. നിലവിൽ മെക്സിക്കൻ ഉൾക്കടൽ, അത് ഗൾഫ് ഓഫ് അമേരിക്ക, ഇത് പുനർനാമകരണം ചെയ്യപ്പെട്ട ഗൾഫ് ഓഫ് മെക്സിക്കോയിലാണ് ഇവർ വന്ന് ഇറങ്ങുക. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഫ്ലോറിഡയ്ക്ക് സമീപം എന്നാണ് അറിയിച്ചിരുന്നത്. ഒരു സേഫ് സ്പോട്ടായി കണ്ടുവച്ചതായിരുന്നു മെക്സിക്കൻ ഉൾക്കടൽ. ഇപ്പോൾ അത് മെക്സിക്കൻ ഉൾക്കടലിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. അവിടെ ആയിരിക്കും വന്നിറങ്ങുക. അവിടെ സ്പേസ് എക്സിൽ നിന്നുള്ള ഒരു രക്ഷാപ്രവർത്തക സംഘം അവരുടെ ടഗ് ബോട്ടുകളും അതുപോലെ തന്നെ പ്രത്യേകം സജ്ജീകരിച്ച കപ്പലും ആയി അവിടെ സജ്ജമായിട്ടുണ്ടാവും. സ്പേസ് എക്സിൻ്റെ തന്നെ ബോട്ടുകളിലാണ് ഇവരെ രക്ഷാപ്രവർത്തകർ ദൗത്യസംഘത്തെ കൊണ്ടുപോകുന്നത്. എന്തായാലും ഇപ്പോൾ
അൺഡോക്കിംഗ് പൂർത്തിയാക്കി പേടകം ഭൂമിയിലേക്ക് കുതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ത്രസ്റ്ററുകളെല്ലാം തന്നെ ജ്വലനം ആരംഭിച്ചു കഴിഞ്ഞു. പേടകം അതിൻ്റെ സഞ്ചാര പഥം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാളിദാസ്. അത് തന്നെയാണ്, അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായി. സുനിത വില്യംസ് അടങ്ങുന്ന ആ ക്രൂ 9 സംഘം ഇപ്പോൾ ഭൂമിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. ശേഷം ഇനി വലിയ സാങ്കേതിക വെല്ലുവിളികളെല്ലാം നിറഞ്ഞേക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെല്ലുവിളി നിറയാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും. ഇനി ഈ ഒരു ഭ്രമണപഥത്തിൽ നിന്നൊരു വലിയൊരു ടേൺ എടുക്കാനുണ്ട്. ആ ഒരു ഡി ഓർബിറ്റ് ടേൺ ആണ്. ഡി ഓർബിറ്റ് ടേണിന് ശേഷം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ്. കാരണം വേഗത അത്രത്തോളം കുറയുന്ന ഒരു സാഹചര്യമാണ്. എന്തു വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള തരത്തിലുള്ള ഘട്ടങ്ങളിലേക്കെല്ലാം പോകുന്നൊരു സാഹചര്യം കൂടി ഈ ഒരു ഘട്ടത്തിലുണ്ട്. നാസയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മനുഷ്യനെ ബഹിരാകാശത്ത് കൊണ്ടുപോയി തിരിച്ചെത്തിച്ച് വിജയിപ്പിച്ച ദൗത്യങ്ങളുണ്ട്. അതോടൊപ്പം ആ ഒരു ദൗത്യത്തിന് മുന്നിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന അവസ്ഥകളുമുണ്ട്. എന്നാൽ തോൽവിയുടെ തോതിനേക്കാൾ വലുതാണ് വിജയങ്ങളുടെ തോത് എന്നുള്ളതാണ് ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്നത്. എന്നിരുന്നാലും 17 മണിക്കൂറിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും നിക് ഹേഗും അലക്സ് ഗോർബനേവും അടങ്ങുന്ന ആ ഒരു ക്രൂ 9 സംഘം 9 മാസത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവാസത്തിന് ശേഷം ഭൂമിയിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.